ഹേ ഗൈസ്, ബ്രെഡ് വെച്ചിട്ട് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അടിപൊളി ഡെസേർട്ട് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഇത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് ചൂടാക്കുക. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ബ്രെഡ് ഇതുപോലെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടെ നന്നായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടോ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ബ്രെഡിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും സെന്ററും മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് പതുക്കെ പൊട്ടിപ്പോവാതെ തിരിച്ചിട്ട് കൊടുക്കുക. ബ്രെഡ് നല്ല കുതിർന്ന് കിടക്കായിരിക്കും, അപ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടെ മിൽക്ക് വെച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായി കുക്കായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. അങ്ങനെ ഇത് ഈ പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഹണി ചേർക്കുന്നില്ല, ഓൾറെഡി നന്നായിട്ട് ഞാൻ ഷുഗറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഫ്ലേവർ ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ, നമ്മൾ ബട്ടറിലാണല്ലോ ഇത് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിൻ്റെതായ അടിപൊളി സ്മെല്ലും ഒക്കെ ഉണ്ട്. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ഇതിന്റെ ഫാൻ ആവും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.